അപ്പൊ ഇന്ന് ചലഞ്ച് തുടങ്ങാന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരുന്നതാണ്. കുഴപ്പമില്ല, ചലഞ്ച് ആണേലും അല്ലേലും നമ്മുടെ ഫുഡ് ചലഞ്ചിനാണേലും ഇങ്ങനെ ഒരു ലഞ്ച് സ്പെഷ്യലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആയിരുന്നു. കാര്യം ഒത്തിരി കാര്യം സ്ത്രീകളെന്ന് പറയുമ്പോഴത്തേക്ക് അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ടയേർഡായി വല്ല ജോലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരല്ലേ. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്താമെന്ന് വിചാരിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും എൻ്റെ വീഡിയോ ഫുൾ ലെങ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താണ് കാരണം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താന്നുള്ളത് അപ്പോൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നതേ. ഇന്നത്തെ ലഞ്ച് സ്പെഷ്യല് ഇത് മറ്റേ കൂമ്പും ചെറുപയറും കൊണ്ട് നമ്മുടെ കൂമ്പല്ല, വാഴയുടെ പിണ്ടിയില്ലേ, വാഴ വെട്ടി അതിനകത്തുനിന്ന് കിട്ടുന്ന ആ ഒരു സാധനം, അത് തോരൻ വെച്ചത്. ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എനിക്കിത് വെക്കാൻ അറിയാൻ പാടില്ല. ഇത് ഉള്ളിക്കറി, പണ്ടത്തെ എൻ്റെ സ്പെഷ്യൽ സാധനമൊക്കെ ആയിരുന്നു. ഞാൻ ഇതും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ ഇത് യോഗട്ട്, ഇത്തിരി അച്ചാറ്, ഇത് ഇന്നലത്തെ ഇച്ചിരി മട്ടൻ കറി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഇങ്ങനെയാണേ. നമ്മൾ ചലഞ്ചാണേലും അല്ലേലും നമുക്ക് ഈ ഒരു രീതി തന്നെ ആയിരിക്കും ലഞ്ച് സ്പെഷ്യലൊക്കെ പോകുന്നത്. അപ്പം പണ്ടൊക്കെ ചൂട് ചോറിൽ ഉള്ളിക്കറി ഒഴിച്ച് വളരെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. ഒരുപാട് ചോറ് കഴിക്കുമായിരുന്നു, ചോറ് ഇഷ്ടംമാതിരി കഴിക്കുമായിരുന്നു. ഇപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ വാപ്പി പറയും, മോനെ ഇച്ചിരി ചോറ് തിന്നു, മോനെ ഇച്ചിരി ചോറ് തിന്നു. രാത്രിയാണേലും പറയും ഇച്ചിരി ചോറ്, നല്ല കറിയുണ്ട് ചോറ് തിന്നു. കാരണം ഞാൻ വീട്ടിൽ നിന്ന് തിന്നും, അവിടെ നിന്നും പോയി തിന്നുമായിരുന്നു. ആ സ്നേഹം ഞാൻ ഇപ്പം അന്നേരം എൻ്റെ ഉമ്മ പറയും, വേണ്ട അവളെ നിർബന്ധിക്കേണ്ട, അവൾ കഴിക്കത്തില്ല. പണ്ട് പക്ഷേ വാപ്പി പറയാൻ കാത്തിരിക്കും, ഞാൻ അടുക്കളയിൽ പോയി നല്ല രീതിയിൽ വെട്ടി വിഴുങ്ങായിരുന്നു. ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ അതിലൊക്കെ വന്ന്. ചോറെന്ന് പറയുന്നത് നമ്മളൊരു ലിമിറ്റിൽ കൊണ്ടുവന്ന് എന്നാൽ ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും ഞാൻ കഴിക്കാറുണ്ട്. അതിനൊരു ക്വാണ്ടിറ്റി, എനിക്കൊരു മൈൻഡിൽ ഒരിതുണ്ട്, എൻ്റെ ഒരു അളവുണ്ട്, അതിനപ്പുറം ഞാൻ കഴിക്കാറില്ല. അപ്പം ഇന്നത്തെ എൻ്റെ ലഞ്ച് സ്പെഷ്യൽ ഇങ്ങനെയാണ് കേട്ടോ.